ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിശേഷങ്ങളെല്ലാം ചിന്തിച്ചു പൊറോട്ട് എത്ര വയസ്സായപ്പോൾ തൊട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഒരു 5, 6, 8, 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ പുറകിലോട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു പോയി. ഇടയ്ക്കെങ്കിലുമൊക്കെ അത് ഓർക്കത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തിരിക്കണം. എങ്ങനെയാണ് നമ്മൾ വന്നത്, എങ്ങനെയാണ് നമ്മൾ ഇത്രയായത് എന്നുള്ള ചിന്തകൾ നമുക്ക് എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. എത്ര വലിയ ആൾക്കാരാണെങ്കിലും നമ്മൾ വന്ന വഴി മറക്കരുത്. പുറകോട്ടിടയ്ക്കൊക്കെ ഒന്ന് ചിന്തിച്ചു പോയിരുന്നോ, എവിടെയെങ്കിലും ഒരു പറമ്പിന്റെ കീഴേലോ എവിടെയെങ്കിലും പോയിരുന്നോ? ഞാനിന്ന് പറമ്പിന്റെ കീഴേലൊക്കെ പോയിരുന്നു. പറമ്പിലൊക്കെ കൂടൊക്കെ പോയി എൻ്റെ ഓർമ്മകളൊക്കെ അയവിറക്കി ഞാൻ കാര്യങ്ങളെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അല്ലാണ്ട് പുതിയ ഒരു വിശേഷവും ഇല്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പുറകോട്ടുള്ള ജീവിത രീതി ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പറമ്പിലോട്ട് നിങ്ങളൊക്കെ എൻ്റെ പറമ്പിലോട്ട് പോയിട്ട് നിങ്ങൾ അതെല്ലാം ഒന്ന് ആസ്വദിക്കും. ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്നുള്ളതൊക്കെ കേട്ടോ. തീർച്ചയായിട്ടും അതൊക്കെ കാണണേ. കാരണം നിങ്ങളും ഇതിനകത്തെ ഒരാളാണ് ശരിക്കും പറഞ്ഞ. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇരുന്ന് രാവിലെ ആലോചിച്ചപ്പോഴാണ് ഇന്നത്തെ വീഡിയോ ഇതാക്കിയാലോ എന്ന് ചിന്തിച്ചത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. അപ്പൊ രാവിലെ എന്റെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്നായിരുന്നറിയാവോ? പുട്ടും കടലക്കറിയും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു, ഏതാണ്ടൊരു വലിയ മഹത്തായ ആരും ഉണ്ടാക്കാത്തൊരു സാധനമായിരിക്കുമെന്ന്. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം. ഞാൻ തെറ്റിദ്ധരിച്ചാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചാണോ എന്നറിയത്തില്ല. എന്നെ ഉണ്ടാക്കാനല്ലേ എപ്പോഴും. അപ്പൊ ഇന്ന് എന്താണേലും പുട്ടും കടലയും ഉണ്ടാക്കി. പിന്നെ റോബസ്റ്റ എത്ര 2 കിലോയ്ക്ക് 100 രൂപ. ഇഷ്ടംമാതിരി എന്റെ എത്രയാണ് റോബസ്റ്റാണ് മേടിച്ചു വെച്ചേക്കുന്നത്. ഏത്തപ്പഴം മെയിൻ ഞാൻ ഒരെണ്ണം കഴിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. അപ്പം ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോലി മേടിച്ചായിരുന്നു. ചെറിയ ആഗോലി കേട്ടോ. വലിയ ആഗോലി ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ചെറിയ ആഗോലി കുഞ്ഞുങ്ങളെ മേടിച്ചു. അത് തേങ്ങ അരച്ച് റെഡി ആക്കി അവിടെ കറി വെച്ചേക്കുന്നു. പുറത്തിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ ആയി. അപ്പൊ അതിനെ നമുക്കെടുത്ത് ഒരു പാത്രത്തിലോട്ടങ്ങ് സെർവ് ചെയ്യാല്ലേ. അങ്ങനല്ലേ? എന്റെ ഇംഗ്ലീഷ് കേട്ടാൽ നിങ്ങളൊക്കെ ചിരിച്ച് പണിതു. അതുകൊണ്ട് അതിനെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, നല്ല മൂപ്പിച്ച വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കേട്ടോ. എല്ലാവർക്കും കൂട്ടാം. ഇവിടെ എല്ലാവർക്കും ഒന്നും വേണ്ടല്ലോ. ഇവിടെ ആകെ ചേട്ടനും എനിക്കും അമ്മയ്ക്കും മതി മെഴുക്കുവരട്ടി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മെഴുക്കുവരട്ടിയും വേണ്ട, ഒന്നും വേണ്ട. ഇടയെ പിന്നെ ഒരു ശകലൊക്കെ കഴിക്കും. അപ്പം അതായി. പിന്നെ മീൻ വറക്കാൻ ഇരിപ്പുണ്ട്. പെരട്ടി അവനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത് വറക്കണം. പിന്നെന്താ കറി വെച്ചു, മീൻ കറി. ഇതൊക്കെ പോലെ പുളിശ്ശേരി ഉണ്ട്, അച്ചാറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇനി അടുത്ത ഇതിലോട്ട് നമുക്ക് പോയേക്കാം. അപ്പോഴേ നമ്മുടെ ഉച്ചവരെയുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. മണി 10 ആയതേ ഉള്ളൂ. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ടൈം ടേബിൾ രീതിയിൽ നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പണികളൊക്കെ പെട്ടെന്ന് തീരുന്നതായിരിക്കും. വളരെ സന്തോഷമായിട്ട് നമ്മൾ ജോലികൾ എടുക്കണം അല്ലേ? അല്ലാണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എന്നതാണോ ഒന്ന് ചുമച്ചോട്ടെ. ചുമയ്ക്ക് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചുമ കുറവുണ്ട്. വർത്താനം പറയുമ്പോഴും ചിരിക്കുമ്പോഴും ചുമ കൂടും അല്ലേ? എനിക്ക് എപ്പോഴും ചിരിക്കാനേ സമയമുള്ളൂ. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുമായിരുന്നു. ഇന്നലെ ഞങ്ങള് മോന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് പവറൊക്കെ അവന് എന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. ഓരോ ടെസ്റ്റൊക്കെ എഴുതുമ്പോൾ ഓരോ ഇതിനൊക്കെ വേണ്ടി നോക്കണ്ടേ. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അങ്ങനെ അഗർവാളി പോയതാണ്. അവിടെ ചെന്നപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അഗർവാളി ചെന്നപ്പോൾ ഉണ്ടേ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, മോനും എൻ്റെ അടുത്തിരിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് സോഫയൊക്കെ ഇഷ്ടംമാരി ഇട്ടിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടൊരു ചേച്ചി എന്നെ നോക്കി, എന്നെയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ അണിച്ചേ. ഞാനപ്പോ പുറകോട്ട് നോക്കിയിട്ട് വെച്ചു, അവരെയാണോ എന്നെയാന്ന് പറഞ്ഞേ. എൻ്റെ അടുത്തോട് ഓടി വന്നിട്ട് ചോദിച്ചു, ജയല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേല്ലോ ജയാണല്ലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സ് അല്ലേ? അതേല്ലോ ചേച്ചി, എന്നെയും ചേച്ചി എന്നാ വിളിച്ചത്, ഞാനും ചേച്ചി എന്നാ വിളിച്ചത്. എന്താണേലും എനിക്ക് കണ്ടപ്പോൾ ചേച്ചിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ചേച്ചി എന്ന് വിളിച്ചു.
എന്നെ ചേച്ചിനെ വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എന്നോട് പറയാ എൻ്റെ ജയ എനിക്ക് എൻ്റെ ചേച്ചിയുടെ വ്ളോഗ് ഞാൻ എല്ലാം കാണുന്നുണ്ട്, ഒരെണ്ണം പോലും മുടക്കാതെ. ഞാൻ ചോദിച്ചു അയ്യോ പേരെന്നാന്ന് ചോദിച്ചപ്പോൾ ഉഷ എന്നാ പേര്, എവിടാ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മീനടത്താന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. എന്നെങ്കിലും ഒരിക്കൽ ജയയുടെ വീട്, എൻ്റെ ചേച്ചിയുടെ വീട് കേട്ടോ, കോട്ടയത്താണല്ലോ, അപ്പൊ എപ്പോഴെങ്കിലും എനിക്ക് കാണാൻ പറ്റുമായിരിക്കുമല്ലോ എന്നോർത്ത് ഭയങ്കര ഇതിലായിരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ദൈവം കാണിച്ചു തന്നില്ലേ. അപ്പൊ ഞാൻ കൊച്ചിനോട് പറഞ്ഞു, കണ്ടോടാ നിങ്ങൾക്കൊക്കെ അല്ലേടാ എന്നെ പുണ്യം, നോക്കടാ ചേച്ചി പറയുന്ന കണ്ടോടാ. അപ്പൊ ഇത് മോനല്ലേ, മൂത്തതാണോ ഇളയതാണോ എന്ന് ചോദിച്ചു. മറ്റേ മോനെന്തിയ, അമ്മയെന്തിയ, ചേട്ടനെന്തിയ, എല്ലാ വിവരങ്ങളും തിരക്കി. നമ്മളിപ്പോ ഒരു അടിപൊളി ബ്ലോഗറായും തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് എല്ലാം പറയുന്നില്ല കേട്ടോ. ഇന്നലെ ഈ കണ്ടത് കൂടാതെ ഞാന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഇഎൻഡിയുടെ ഇയർ ബാലൻസിന് ഒരു ദിവസം പോയെന്ന് പറഞ്ഞേ. അവിടെ ചെന്നപ്പോ നല്ല സുന്ദരിക്കുട്ടി, തുടുത്ത് നല്ല സുന്ദരിക്കുട്ടി ഒരു മോള് എന്റെ ഇപ്പുറത്തിരിപ്പുണ്ട്. എന്നെ ഇങ്ങനെ നോക്കുന്നു, മൊബൈലിൽ നോക്കുന്നു, എന്നെ ഇരിക്കുന്നു, മൊബൈലിൽ നോക്കുന്നു. അന്നേരം എനിക്ക് കത്തി, എന്റെ വല്ലതും കാണുന്നുണ്ട്. അപ്പൊ എന്നോടിച്ചു, ചേച്ചി എന്താ വന്നേ, ഭയങ്കര സ്നേഹം. എനിക്കറിയത്തില്ല, കൊച്ചിന് നല്ല ഒരു മനുഷ്യത്വം കേട്ടോ. ചിലവങ്ങളെയൊക്കെ അങ്ങനെ ഇരിക്കത്തില്ലേ, അതൊന്നും അല്ല, ഭയങ്കര മനുഷ്യത്വം. അപ്പൊ ഞാനാണെങ്കിലും അതിനോട് മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോളെ എവിടെ നമ്മള് ചേച്ചിക്ക് വീഡിയോ ഇല്ലേ, എന്റെ അമ്മ ചേച്ചിയുടെ വലിയൊരു ഫാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണോ മോളെ, കാണുന്നുണ്ട് ചേച്ചി, ഞാൻ എടുത്ത് കാണിക്കാന്ന് പറഞ്ഞു. എനിക്ക് അപ്പൊ തന്നെ എന്റെ വ്ളോഗ് എടുത്തിട്ടില്ലേ, ചുമന്ന ലൈൻ ഇങ്ങനെ പോവില്ല, നമ്മളെ കണ്ടതാണെന്നുണ്ടെങ്കിൽ അത് കേട്ടതാ അമ്മ എന്റെ ഫോണിലൂടെ കാണുന്നതെന്നും പറഞ്ഞ്, കണ്ട വീഡിയോ എന്നും പറഞ്ഞ് പാവം എന്നെ കാണിച്ചു. അതിന്റെ അച്ഛനും മേലാഴിയായിട്ട് കാല് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കേൾക്കുമ്പോ അല്ലെ. ഞാൻ അത് പറഞ്ഞില്ല, അതിപ്പോ ഒരു മാസത്തോളായി കേട്ടോ കണ്ടിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ പോയപ്പോ മലേഷ്യ പോയപ്പോഴത്തേക്കും കൊയിലാലംപൂര് വെച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. അത് അങ്ങനെ അപൂർവമായിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ ഈ കുറച്ചായിട്ട് കേട്ടോ, ഇപ്പൊ ഈ 41,000 കയറിയില്ലേ നമ്മൾ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ പല മുക്കിനും മൂലക്കൊക്കെ ഇരുന്ന് എന്റെ വീഡിയോ കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ ഞാൻ എന്നാ പറഞ്ഞു വന്നെന്നറിയാവോ, നമുക്ക് പഴയ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച്, അഗർവാളില് കണ്ണിന്റെ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോ, ഞാൻ കണ്ണിന്റെ ഹോസ്പിറ്റലിൽ ഒരു വല്ലാത്തവര് ഐ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോ ഞാൻ ചിന്തിച്ചു, ദൈവം ഇത്രയ്ക്ക് ആക്കി തന്നല്ലോ. നമ്മുടെ പുറകോട്ടുള്ള കാലങ്ങൾ ഞാൻ ചിന്തിച്ചങ്ങനെ ഇരുന്ന് പോയി. പുറകോട്ട് പോ. അപ്പോൾ നമ്മൾ ഓർത്തോർത്ത് നമ്മുടെ പുറയിലെ പറമ്പിലോട്ട് ഇങ്ങ് പോന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പറമ്പ്. കാരണം ഇവിടെ നിന്ന് കുറേ നമ്മൾ വട്ടയുടെ ഇലയുണ്ടല്ലോ, നമുക്ക് പറിച്ചോണ്ട് വരാം. ആ വട്ടയില എടുത്തോണ്ട് വന്ന് നമ്മൾ 2 എണ്ണം ഒന്നിച്ച് വെച്ചിട്ട് ബാഗൊക്കെ ഉണ്ടാക്കി തോളത്തൊക്കെ തൂക്കിയിട്ട് പത്തലിൻ്റെ ഇലയില്ലേ, പത്തലിൻ്റെ ഇല എടുത്ത് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ കാണിച്ചു തരാം. ആണ് നമ്മുടെ വട്ടയില. കണ്ട, ഇവിടെ നിന്നെങ്ങാനും എന്നെ പാമ്പ് കടിച്ചാൽ നിങ്ങളെയെല്ലാം ഞാൻ റെഡിയാക്കും കേട്ടല്ലോ. നിങ്ങളെ ഞാൻ ഓടി വന്ന് കടിക്കും, എന്നെ കടിച്ചു കഴിഞ്ഞാൽ. ദൈവമേ, നമ്മൾ ഇന്നലെ മണ്ണാറശാലയിലൊക്കെ പോയതല്ലേ, അതുകൊണ്ട് പാമ്പിനെ ഒന്നും നമുക്ക് പേടിയില്ല. കാരണം പാമ്പ് കടിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പ്രകാരം വരത്തുള്ളൂ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. ഞാൻ നിങ്ങളെ കടിക്കത്തുമില്ല കേട്ടോ, എന്നെ കടിച്ചാലും നിങ്ങളെ കടിക്കത്തില്ല. അപ്പോൾ വട്ടയിലൊക്കെ എടുത്തോണ്ട് വന്നു. അപ്പം നമുക്ക് 3 വട്ടയിലൊക്കെ ഞാൻ എടുത്തോണ്ട് വന്നു കേട്ടോ. എൻ്റെ ചേച്ചിമാരും എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഉള്ള സമയത്ത് നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ഇതായിരുന്നു അല്ലേ, നല്ല ജീവിതമായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വട്ടയില ഇവിടെ ഇരിക്കട്ടെ, ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇച്ചിരിയുടെ ഭംഗിയിലൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണി. ഞാൻ കൊച്ചു കുഞ്ഞ് ചമ്മയെന്നൊന്നും അല്ല കേട്ടോ, ആരും പറഞ്ഞേക്കല്ല. ഇത് നമ്മുടെ പഴയ കുട്ടിത്തമുള്ള കാലത്തെ കുഞ്ഞിലത്തെ കാഴ്ചകളാണ്. ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണ്ട. ഇപ്പോഴത്തെ പിള്ളേർക്ക് മൊബൈലും പിടിച്ചോണ്ടിരിപ്പാ. അതെങ്ങനാ, അമ്മമാരും അച്ഛന്മാരും എല്ലാവരും മൊബൈൽ തന്നെയാണ്. പിന്നെ അവരെങ്ങനെ മാറ്റും? നമുക്കാണെ ഇപ്പം മൊബൈൽ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് മൊബൈലെന്നും പറഞ്ഞ് നമ്മളിരിക്കുന്നു. അതിന് മുമ്പും നമ്മൾ മൊബൈലും കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മുടെ അമ്മമാർക്കൊന്നും പിടിക്കത്തില്ല അല്ലേ. കാരണം എന്ത് ചെയ്യും, മൊബൈലില്ലെങ്കിൽ. ഞങ്ങളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ മൊബൈലൊന്നും എടുത്ത് വശമില്ലല്ലോ. അപ്പോൾ ചേട്ടൻ എന്നോട് എപ്പോഴും പറയും, എടി അമ്മയ്ക്ക് നമുക്കൊരു മൊബൈൽ വാങ്ങിക്കാം.
മറ്റേ നോക്കിയ ടൈപ്പിലെ അമ്മയ്ക്ക് ചെവി കേൾക്കത്തില്ല. വാങ്ങിക്കുമല്ലോ, ഇവിടെ ഇഷ്ടംമാരി ഉണ്ട്. അപ്പോൾ അതെടുത്ത് സിമ്മൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ എന്താ സംഭവം, ചെവി കേൾക്കത്തില്ലല്ലോ. ഞങ്ങൾ വിളിക്കുന്നൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് വെപ്രാളാവും വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. അങ്ങനെയായി അമ്മ തന്നെ പറഞ്ഞു എനിക്ക് വേണ്ടടി മൊബൈലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ അമ്മമാർക്കൊക്കെ അന്ന് നല്ല ബോധവും ബുദ്ധിയും നല്ല ജീവിതമൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ അമ്മമാരൊക്കെ ഇന്ന് നമ്മളെക്കാൾ നല്ല രീതിയിൽ മൊബൈലൊക്കെ ആയിട്ടിരുന്നേനെ. ഇപ്പം അതിരിക്കാത്തതുകൊണ്ട് ഭയങ്കര ബോറടി അവർക്ക് കേട്ടോ. നമ്മളെ വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ചില ചിമ്മിഴ അമ്മമാരൊക്കെ ഉണ്ട് ഇപ്പോഴും അമ്മയുടെ പ്രായത്തിലൊക്കെ ഉള്ള അടിപൊളിയായിട്ട് മൊബൈലും ഒക്കെ പിടിച്ച് ബായും ഒക്കെ തൂക്കി പോകുന്ന കാണാം. പക്ഷെ എൻ്റെ അമ്മയ്ക്കൊന്നും അത്രയ്ക്കുള്ള ചുണയില്ലാതായിപ്പോ ചുണയില്ലാതാക്കി ഞങ്ങളുടെ അച്ഛനൊക്കെ, എങ്ങും വിടത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്തു വേണ്ടി ഞാനൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ടങ്ങ് പോകുക. എപ്പം വേണമെന്ന് വെച്ചാലും എവിടെയും പോകും വരും. എന്നാന്നറിയാവോ, നമ്മുടെ ചുണ നമ്മൾ നശിപ്പിക്കരുത്, നമുക്കുള്ള ചുണയെ. കാരണം ആ ചുണ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരുമക്കളൊക്കെ ആയിട്ട് അവർ വല്ലയിടത്തൊക്കെ പോകുമ്പോഴും ഒക്കെ നമുക്ക് എന്നാ പറ്റുന്നതെന്നറിയാവോ, നമുക്ക് ഇതുപോലെ അമ്മ ഇരിക്കുന്ന പോലെ ബോറടി ആവും. ഇതിപ്പോൾ ഞാനുള്ളതുകൊണ്ട് അമ്മയ്ക്ക് അത്ര ബോറടി ഇല്ല. പക്ഷേ എൻ്റെയൊക്കെ സമയത്ത് എനിക്ക് പെമ്പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോറടിക്കും നമുക്ക്. അവർ വല്ലയിടത്തൊക്കെ പോയി എല്ലാവരുടെയും അവരുടെ പറയുമൊന്നും ഞാൻ പോത്തില്ല അങ്ങനെ എപ്പോഴും ഒന്നും, അതും ബോറാ. അതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ പോകുന്ന ടൈപ്പല്ല. നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവരുടെ വാലേ പോകാനോ അങ്ങനെയൊന്നും പോത്തില്ല. അതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുക ഇപ്പോഴേ. മൊബൈലൊക്കെ എല്ലാം നമുക്കറിയാമല്ലോ മൊബൈലിലെ കാര്യങ്ങൾ. അപ്പം നമ്മൾ അതുമായിട്ട് അങ്ങ് ഇരിക്കും വയസ്സാകുമ്പോൾ, അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് എല്ലാവരും പഠിച്ചോ കേട്ടോ മൊബൈലും എല്ലാം പഠിച്ച് മിടുക്കികളായിട്ടിരുന്നു. അല്ലെ ബോറടിക്കുവേ. എൻ്റെ അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ അമ്മയ്ക്കൊരു കുന്തം അറിയത്തില്ല മൊബൈലിൻ്റെ. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്, ദേഷ്യം വരുന്നത്. നമ്മൾ മൊബൈലൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇല്ലേ ഇച്ചിരി പിടിക്കത്തില്ല. ഈ അമ്മമാർക്കൊക്കെ അങ്ങനെ, എല്ലാവരും ഇല്ല കേട്ടോ, അറിയാൻ മേലാത്ത അമ്മമാർ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയാം. പാവം എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട കേട്ടോ. ഞങ്ങളൊക്കെ കൊച്ചുനാളിലുണ്ടല്ലോ പുറകോട്ട് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ചിന്തിച്ച് വരാൻ ഞാൻ കേട്ടോ. ആദ്യം ചിന്തിച്ചിതാ, ബാഗൊക്കെ പിടിച്ച് ഞങ്ങൾ എന്നായും ചേച്ചിമാരും ഞാനും എൻ്റെ കൂട്ടുകാരിയും രേഖയില്ലേ അവളും എല്ലാം ഉണ്ട്. ഞങ്ങൾ രണ്ടുമാണ് ഭയങ്കര കൂട്ടെ. ഇവളുമാർ വേറെ. ഇവളുമാരുമായിട്ട് ഞങ്ങളിങ്ങനെ ഒന്നിച്ചെവിടെയെങ്കിലുമൊക്കെ പോകും എന്ന് പറഞ്ഞാൽ കളിക്കാൻ. ഞങ്ങൾ ഒന്നിച്ച് കളിക്കാനൊക്കെ ഇറങ്ങത്തുള്ളേ. അവിടെ അച്ഛൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പെൺപിള്ളേരെ എപ്പോഴും അഴിച്ചുവിടാൻ പറ്റുമോ? അങ്ങനെ ഒരു സ്ട്രിക്റ്റായ ജീവിതമായിരുന്നേ. ഇപ്പം നല്ല ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് ഈ വയസ്സാം കാലത്താണ്. സത്യം പറഞ്ഞ വയസ്സായപ്പോഴാണ്. എൻ്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് തന്നിട്ടില്ല. കാരണം തരാൻ കൊള്ളത്തില്ലായിരുന്നായിരിക്കും, വല്ല വഴിക്ക് ഓടിയേനെ, അല്ലേ? പേര് ദോഷമൊക്കെ ചെയ്തേനെ. ചിലപ്പോൾ പറ്റുമോ? ചിലപ്പോൾ ചെയ്തു പോവും, അല്ലേ? പറയാൻ പറ്റത്തില്ല അഴിച്ചു വിട്ടിരുന്നെങ്കിൽ. നമുക്കൊന്നും അറിയത്തില്ല, അല്ലേ, മനുഷ്യൻ്റെ കാര്യം. അതുകൊണ്ട് എന്തു വേണ്ടി ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ജീവിക്കുന്നു. എൻ്റെ വന്ന ഭർത്താവാണെങ്കിലോ എന്നെ എവിടെയും വിടും. ഇങ്ങനൊക്കെ ഇട്ട് ബാഗിനകത്ത് ഈ പത്തലിൻ്റെ ഇലയില്ലേ, അതായത് കൊന്നപ്പത്തല്. ഇതിപ്പോ പത്തലിൻ്റെ ഇലയാന്ന് വെച്ച് നിങ്ങൾ ഓർത്തോ കേട്ടോ. ഇത് പത്തലിൻ്റെ ഇല. ഇത് പത്തലിൻ്റെ ഇല അല്ല, എന്നിരുന്നാലും പത്തലിൻ്റെ ഇലയായിട്ട് സങ്കല്പിക്കുക. പത്തലിൻ്റെ ഇല അവിടെ പോണം, അവിടെ ഭയങ്കര വെയില. ഇതൊക്കെ ഓരോ രൂപയാണ്, 2 രൂപ 1 രൂപ. എന്നിട്ട് 2 തട്ടുണ്ട് ബാഗിനകത്ത്. കണ്ട, ഈ ബാഗിൽ 2 തട്ടുണ്ട്. ഈ തട്ടിനകത്ത് ഇങ്ങനെ ഇടും. ഇത് ഇത്രയും വലിയ ഇലയാണ്ട് കയറുന്നില്ല, കയറിയെന്ന് സങ്കല്പിച്ചോ. എല്ലാം സങ്കല്പാട്ടോ. ഇങ്ങനെ നടക്കും. എന്നിട്ട് ഇങ്ങനെ വയ്ക്കും. ഇവിടെ ഒരു കടയായിട്ട് സങ്കല്പിക്കുക. അന്നൊക്കെ ഇങ്ങനെ കടയായിട്ട് ഞാൻ രേഖയും കൂടെ ഇങ്ങനെ നടക്കുന്നത് ഈ പറമ്പ് തോറും. അതാണ് ഈ പറമ്പ്. നോക്കിക്കേ, പറമ്പിലോട്ട് നോക്കിക്കേ എല്ലാരും. ഓർമ്മകൾ എന്തോരു രസമായിരുന്നു ആ കാലം. പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പോയ കാലങ്ങൾ തിരിച്ചു വരുമോ? വരത്തില്ല, ഒരിക്കലും വരാൻ പോകുന്നില്ല. അതായിരുന്നു ജീവിതം ശരിക്കും, അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ സുഖജീവിതാണ്, വേറൊന്നുമല്ല ഞാൻ പറയുന്നത്, സുഖജീവിതം തന്നെ. പക്ഷെ നമ്മുടെ കൊച്ചുനാളിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലലും അലച്ചിലും ഒന്നുമില്ലാത്ത ജീവിതം, അല്ലേ? എന്നിട്ട് ഞങ്ങൾ ആ പറമ്പിലൂടെ ഇങ്ങനെ നടക്കുവാണേ. നടന്ന് ഇതൊരു മീൻകാരന്റെ കടയാണ്. എന്നാ മീനാ ഉള്ളത്? മത്തി, പിന്നെന്താ, എന്തോ 2-3 മീനിന്റെ പേരൊക്കെ അറിയായിരുന്നു അന്ന്, കൊച്ചല്ലേ. അപ്പം 2 രൂപയ്ക്ക് മത്തി. ഉടനെ ഇതിനകത്തുനിന്ന് പൈസ എടുത്തു.
പൈസ കാണുന്നില്ലല്ലോ നമ്മൾ വെച്ചേ. പൈസ എന്തിയേ? ആ ഇവിടെ ഉണ്ട് പൈസ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പൈസ എടുത്തു. ഓ പൈസ എന്തിയേ? വാ, അതിനകത്ത് കൊണ്ടാ പൈസ വെച്ചത്. എന്താ വാ ഇത്? അന്നും ഇന്നും ഒരുപോലാണല്ലോ എനിക്ക്. ഇത്രയും വയസ്സായിട്ടും എന്റെ പ്രായത്തിന് ഒരു മാറ്റവും വന്നു, എന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പൈസ എങ്ങാണ്ട് കൊണ്ടിട്ടു പോയി. ഇത് അഭിനയല്ല കേട്ടോ, ഇതിങ്ങനെ പണ്ട് അഭിനയിച്ചല്ല. പൈസ ഇതിനകത്ത് കാണുന്ന അതിനകത്തൊന്നും എടുത്തു. മത്തിയുടെ പൈസ ഇന്നാട്ടോ മേടിച്ചു. ഓ വലിയ കിറ്റും പിടിച്ച വലിയ ആളെപ്പോലെ ഇങ്ങനെ പോകും ഞങ്ങള്. നടന്നിങ്ങനെ വരുവേ. എന്റെ ദൈവമേ, എന്നാ അച്ഛനൊക്കെ അറിയാതെ. ഈ പറമ്പിലാകുമ്പോ കുഴപ്പമൊന്നുമില്ല, അച്ഛനൊക്കെ ഒരു പ്രശ്നമില്ല. ഇതുണ്ടോ, ഇത് നല്ല സീനറി അല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതുണ്ട സൂപ്പറല്ലേ. ഇവിടെ നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ. ഇതെന്താ ഇങ്ങനെ വന്നത്? ഒരു ഇതുണ്ട് ഇവിടെ. ഇവിടെ എന്നാ സംഭവം അറിയത്തില്ല. ചൂണ്ടപ്പനയില്ലേ, അത് ഇങ്ങനെ അതിനകത്തോട്ട് എന്നാന്നറിയാം, ഒരു വള്ളി കയറിയിട്ടുണ്ട്. അതിങ്ങനെ പിണച്ച്. അപ്പൊ നമുക്ക് വീണ്ടും ഓർമ്മയിലോട്ട് പോവാം. ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന എന്റെ ഇത്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം വെച്ച് പൈസ എല്ലാം കൊടുത്ത് സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിൽ വരുവേ. പാവം. അപ്പം ഞങ്ങളുടെ അമ്മ, ഞങ്ങൾ താമസിച്ച എവിടാന്നറിയാം, അവിടെ നിന്ന് ഈ പറമ്പിന് അങ്ങേപ്പുറത്തൊരു കൊച്ചു വീടുണ്ടായിരുന്നു. ഒരു കൊച്ചു വീട്, തീരെ കൊച്ചു വീട്, ഓടിട്ട വീട്. കുറച്ചു ഭാഗം ഓടിട്ടത് നനയത്തൊന്നുമില്ല. ഒരു മുറിയിൽ ചെറുതായിട്ട് മഴ വരുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങോട്ട് വന്ന് വീഴും. അപ്പം നമ്മുടെ അമ്മ, നമുക്ക് പുച്ഛം, നമ്മൾ നമുക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ കിടക്കുമ്പോഴത്തേക്കും മഴ ഇടിയും കൂടെ വരുമ്പോഴത്തേക്കും അച്ഛൻ എന്നാ ചെയ്തു, ആ ഓടിന്റെ അവിടെ, ആ ഓടിന് തുള വീഴത്തില്ലേ, ആ തുളയുടെ അവിടെ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു അകത്ത്. അപ്പം ഒരിക്കല് മഴ പെയ്തപ്പോഴത്തേക്കും ഈ തുളയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴാൻ തുടങ്ങി. അന്നേരം അമ്മ എന്ത് ചെയ്തു, അച്ഛൻ ആ സമയം ഇല്ല, ഉച്ച കഴിഞ്ഞ് തുലാവർഷം ഇടിയും മഴയുള്ള സമയം. തുലാവാണോ ഇടിയും മഴയും അതോ വിടവാണോ? തുലാമല്ലേ. അപ്പം ഇടിയും മഴയുള്ള സമയത്ത് അമ്മ, ഞാൻ നോക്കിയപ്പോൾ ഒരു അണ്ടർ സ്കേർട്ടും പാവാട് ഇതുമൊക്കെ ബ്ലൗസെല്ലാം ഇട്ട് സാരി മാറ്റിയിട്ട് എന്നറിയാം, മേത്തോട്ട് വെള്ളം വീഴും. ഒരു കമ്പെടുത്ത് ഈ അവിടെ ഇങ്ങനെ തിക്കായിട്ട് നിറഞ്ഞിരിക്കുവാണേ നമ്മുടെ ആ ഷീറ്റ്. വെള്ളം നിറഞ്ഞ്, ഓടേന്നുള്ള വെള്ളം നിറഞ്ഞ് ഇങ്ങനെ ഇപ്പം താഴെ വീഴുമെന്നുള്ള ഇതില്. അമ്മ അന്ന് ഭയങ്കര ചുണയാ. ഇന്നിപ്പാണ് വയസ്സായിട്ടായിരിക്കും, വയസ്സായിട്ടല്ല, അച്ഛൻ അങ്ങനെ ആക്കിയതാ. എന്നിട്ട് ഒരു കമ്പെടുത്തുണ്ടല്ലോ, ഒരു കുത്ത്. ദൈവമേ. അപ്പൊ ഞങ്ങളൊക്കെ ചെന്ന്, എന്നാ അമ്മേ നമുക്ക് രസം, വെള്ളം മേത്ത് വീണാലും നമുക്ക് അത്രയും രസം. 5ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ ഒക്കെ ഉള്ളു ഞാൻ. എന്താ അമ്മയെന്നും പറഞ്ഞിങ്ങനെ നിൽക്കും. ഒന്ന് പോകുന്നുണ്ടോടി നീയൊക്കെ, എന്നാ ദേഷ്യം വരത്തില്ലേ? എന്നിട്ട് കുത്തി അമ്മയുടെ തല വഴി ആ വെള്ളം. എങ്ങനെ ദേഷ്യം വരും? ഇന്നിപ്പം നമുക്ക് അനുഭവം വന്നെങ്കിൽ ദേഷ്യം വരാതിരിക്കോ ഇല്ലയോ? നിങ്ങൾ പറയണം കമന്റിലൂടെ. ദേഷ്യം വരും. കാരണം അങ്ങനൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ കേട്ടോ. ഞങ്ങൾ 3 പെൺപിള്ളേരായിരുന്നു. പക്ഷെ നമ്മുടെ അച്ഛൻ ഗവൺമെൻറ് ജോലിയായിരുന്നു. അച്ഛൻ ഞങ്ങളെ ഒരിക്കലും നമുക്ക് പട്ടിണിയൊന്നും വന്നുള്ള ആ ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ വീടുകൾ, അത് അച്ഛൻ്റെ പെങ്ങളുടെ വീടായിരുന്നു ആ കുഞ്ഞു വീട്. അവിടെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ പിന്നെ താമസമൊക്കെ മാറിയത്. അങ്ങനെ ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചാട്ടോ. ഇനി ബാക്കി പറയാവേ. ഞാൻ പറഞ്ഞത് എന്തോ ഇങ്ങനെ ഇത് കണ്ടോ, പക്ഷെ ഉണ്ടല്ലോ, ഇതാ വള്ളി കയറിയുണ്ടോ, ഇങ്ങനെ ആരോ പിടച്ച് വച്ചേക്കുന്ന പോലെ അല്ലേ, ഇങ്ങനെ എന്താ അതിന് പറയുന്നത്, മുടി ചുറ്റിയേക്കുന്ന പോലെ ഉണ്ടല്ലേ. കണ്ടോ, ഇവിടെയൊക്കെ ഭയങ്കര കാവ് പോലെ ഇരിക്കുന്നുണ്ടോ. നല്ല രസം. ഇവിടെ തെളിഞ്ഞാ ഇവിടെ അല്ല തെളിഞ്ഞ് കിടക്കുന്നത്, ഇവിടെ നല്ല തെളിച്ചാ. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കൂട്ടുകാർ വേണം എങ്കിലേ രസമുള്ളൂ ഈ കാട്ടിൻ്റെ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കാൻ. കണ്ടോ, എൻ്റെ ഒരേ ഒരു കൂട്ടുകാരി അപ്പുറത്തുള്ള, അവളിപ്പോൾ ഇവിടെ ഇല്ല, ഇനി വരും. അങ്ങ് കുറച്ച് മണ്ണൊക്കെ കാണുന്നുണ്ടല്ലേ അവിടെ. അതെന്തായിരിക്കും? കീരി വന്ന് കൂട് വെക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, കീരിയോ എന്നാ സാധനം നറുക്കറി. ചിലപ്പോൾ സിംഹം വരെ ഇതിനകത്ത് കാണും. ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ ഇപ്പോഴത്തെ കാലം അല്ലേ. വീട് ഞാൻ പറഞ്ഞ അങ്ങറ്റത്തൊരു വീടായിരുന്നു കേട്ടോ. അവിടെ ഒരു കുഞ്ഞു പെര, ഈ പറമ്പിൻ്റെ അങ്ങേറ്റാണ് ഞങ്ങളുടെ അച്ഛനെ ദഹിപ്പിച്ച സ്ഥലം കേട്ടോ. എൻ്റെ അച്ഛനെല്ലാം ഇത് കാണുന്നുണ്ടാവും അവിടെ നിന്നല്ലേ. എവിടെ കാണാനല്ലേ, അച്ഛനൊക്കെ അങ്ങ് സ്വർഗത്തിൽ ചെന്ന് കാണും. എന്താണേലും
സാരമില്ല, നമ്മൾ നന്നായിട്ട് തന്നെ അച്ഛനെയൊക്കെ നോക്കിയോണ്ട് കുഴപ്പമില്ല. ഞാൻ ദേ ഈ ഗേറ്റ് തുറന്ന ഇതിലെ കൂടെ ഇറങ്ങുന്നു കേട്ടോ. അപ്പം ഞാൻ ആ കാട്ടിൽ നിന്നൊക്കെ ഇങ്ങ് പോകുന്നു കേട്ടോ. കുറേ ഓർമ്മകളൊക്കെ അയവർക്കിയിട്ട് ഇങ്ങ് പോന്നു കഴിഞ്ഞ് ബാഗിനെ അവിടെ ഉപേക്ഷിച്ച് വെച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിനകത്തോട്ട് കയറി പോകുന്നു. കാരണം ഭയങ്കര സങ്കടം എല്ലാം ഓർത്തൊക്കെ വന്നപ്പോഴത്തേക്കും. അങ്ങനെ നമ്മുടെ അമ്മ ഇന്നിപ്പോൾ എൻ്റെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അന്ന് ഒത്തിരി കഷ്ടത. അതായത് അന്നെല്ലാം മിക്കയിടത്തും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു അല്ലേ. അമ്മയ്ക്കൊക്കെ അടുക്കള ജോലി മാത്രമേ അന്നൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ അച്ഛനായിരുന്നു ഞങ്ങളുടെ പുസ്തകങ്ങൾ പൊതി ഞങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുന്നു എല്ലാം അച്ഛനായിരുന്നു. അച്ഛന് ചെയ്താലേ തൃപ്തിയാവത്തുള്ളൂ. അമ്മ ഒന്നും പുറത്തും വിടത്തുമില്ലായിരുന്നു. അങ്ങനെ ആയി ഇന്നിപ്പോൾ ഒരു ഇതും ഇല്ലാതായിപ്പോയി, ചുണയില്ലാതായിപ്പോയി. ഇന്ന് ഇത്രയായപ്പോൾ ചുണയൊന്നും വരത്തില്ല. ഇതിനു മുമ്പ് തൊട്ടേ പറ്റാതായിപ്പോയി. ഞാനായിരുന്നു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ പോട്ടെ. അങ്ങനെ അതിൽ നിന്നൊക്കെ വളർന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ നിലയിലെത്തിയത്. അപ്പം ഞങ്ങൾ 3 പെൺപിള്ളേർ കാച്ചിക്കകളെല്ലാം വളർന്ന് ഓരോരുത്തർ നോക്കി നിൽക്കും. ഞങ്ങൾ 3 കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ പറയുമായിരുന്നു, ഉമ്മ, എൻ്റെ ജെയിൻ എന്ന് പറയുന്ന കൂട്ടുകാരിയുടെ അമ്മ, അവർ ഉമ്മ എന്നല്ല വിളിക്കുന്ന. ഉമ്മ പറയും, നിങ്ങൾ 3 കൂടെ പോകുന്ന അച്ഛനും മക്കളും അമ്മയും കൂടെ പോകുന്നതാണ് നല്ല രസമായിരുന്നു. പുറകും മുമ്പുമായിട്ട് ഇങ്ങനെ 3 കാച്ചിക്കകളും എല്ലാം കൂടെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ രസമായിരുന്നു എന്നൊക്കെ ഇപ്പം എന്നോട് പറയുമായിരുന്നു. പിന്നെ അങ്ങനെ വളർന്ന ഇന്ന് ഈ നിലയായി 3 പേരുടെ അടുത്ത് 3 പേരെയും ഓരോ നിലയെ കല്യാണം കഴിച്ചു വിട്ടു. ഒരു കുഴപ്പമില്ല, സൂപ്പർ ഭർത്താക്കന്മാർ 3 പേരുടെയും, അടിപൊളി, ഒരു കുഴപ്പമില്ല, നല്ല ജീവിതം എല്ലാവർക്കും. ഇതുവരെ മക്കളാണെങ്കിലും ഇതുവരെയും കുഴപ്പമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പുറം എനിക്കറിയത്തില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വെച്ച് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇവരെന്താ കാണിക്കുന്നത് നമുക്കറിയത്തില്ല. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനായി എന്താണേലും നമ്മൾ അത് പറഞ്ഞു തന്നെന്നറിയാം. നമ്മുടെ ഇതിനകത്ത് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ അവരുടെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കലും ഒരു സന്തോഷം വരും അല്ലേ. സന്തോഷം വരുമെന്നുള്ള 100% ഉറപ്പാണ്. നമ്മളും ഒക്കെ കഷ്ടതകൾ അനുഭവിച്ച് വളർന്നവരാണ്. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പുറകോട്ടുള്ള ജീവിതത്തിലോട്ട് പോവാറുണ്ട്. കാരണം ചിലവരൊക്കെ പറയും ഗ്യാസേ കത്തിക്കാൻ അറിയത്തുള്ളൂ, അടുപ്പ് കത്തിക്കാൻ അറിയത്തില്ല. ഞങ്ങൾ ഇതെല്ലാം പഠിച്ച ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആ കുഞ്ഞു വീട്ടിൽ വെച്ച തൊണ്ടേ എരിക്കുന്നു, ജലദോഷം ഇതുവരെ പോയിട്ടില്ല. ഇടയ്ക്കാട്ടുമാലി എന്നാണ് ഞങ്ങളുടെ ആ വീടിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾക്ക് ഗ്യാസില്ല, ഫ്രിഡ്ജില്ല, ഒന്നുമില്ലായിരുന്നു. എല്ലാം വന്നത് പിന്നെയാണ്. പിന്നെ ഞങ്ങളൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ അച്ഛൻ എല്ലാ സാധനവും മേടിച്ചു കേട്ടോ. ഫ്രിഡ്ജും ഗ്യാസും എല്ലാം മേടിച്ചു. അപ്പൊ അവിടെ വെച്ച് നമുക്ക് നല്ലതായിട്ട് ഓർമ്മയുണ്ട്. അമ്മ നിലത്തിരുന്നാണ് അടുപ്പ് കത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഇതൊന്നും വലിയ കാര്യമല്ല. ഈ അടുപ്പ് കത്തിക്കുന്നതൊക്കെ നമ്മളിതെല്ലാം അനുഭവിച്ചു വന്നവരാ. ഇന്നും അടുപ്പിന് കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിറകില്ല. അതുകൊണ്ടാണ് എനിക്ക് കൊതിയാണ് അടുപ്പൊക്കെ കത്തിക്കുന്ന. വിറകില്ലാത്ത ഒറ്റ കുഴപ്പമാണ്. വിറക് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് കത്തിക്കാൻ നമുക്കൊരു ലാഭമല്ല, അത് ഭയങ്കര നഷ്ടമാണ്. അതാണ് ഞങ്ങൾ കത്തിക്കാത്ത കേട്ടോ. പിന്നെ അപ്പൊ ഒത്തിരി കഷ്ടത അനുഭവിച്ച് ഇത്രയായത് ദൈവത്തിന്റെ ഓരോ ഇതല്ലേ. അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും അങ്ങനെ കഷ്ടതയിൽ നിന്ന് വന്നവരെല്ലാവരും നല്ല നിലയിലെത്തും. അത് ഞാനാ പറയുന്നത്, ഉറപ്പായിട്ടും പറയാണ്. എല്ലാവരും എത്തും. ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരും കേട്ടോ. പിന്നെ ഞാൻ പുറകോട്ട് എപ്പോഴും ചിന്തിക്കും. കാരണം ഇന്നിപ്പം നല്ല രീതിയിൽ നമ്മൾ കഴിയുന്നതുകൊണ്ട് പുറകോട്ടുള്ള ചിന്തിക്കണം എന്ന ഒരു അത്യാവശ്യ കാര്യമാണ്. എന്താ, നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത് അല്ലേ. വന്ന വഴി മറന്ന അവർക്ക് അഹങ്കാരമായി, ധിക്കാരമായി, എല്ലായി. അപ്പം എൻ്റെ ചേട്ടന്റെ മീശ കറപ്പിച്ചപ്പം ഒരു സബ്സ്ക്രൈബ് പറഞ്ഞു ചക്കിക്കൊത്ത ചങ്കരനാണ്. ആ സബ്സ്ക്രൈബറിനോട് ഞാനൊരു മറുപടി പറയാണ്. ചക്കിക്കൊത്ത ചങ്കരനായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നല്ല നിലയിൽ കഴിഞ്ഞോണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, വഴക്കില്ലാതെ നല്ല സന്തോഷമായിട്ട് വരുന്നത്. ചക്കി പറയുന്നത് ശങ്കരനും കേൾക്കുന്നുണ്ട്, ചങ്കരൻ പറയുന്നത് ചക്കി കൂടുതലും ചങ്കരൻ പറയുന്നത് ചക്കി കേൾക്കുന്നതുകൊണ്ടാണ് ചക്കിക്കൊത്ത ചങ്കരനെ കിട്ടിയത്. അത് മനസ്സിലാക്കണം ആദ്യം. ചിലയിടത്തുണ്ട് ചില ചക്കിമാർ അഹങ്കാരം പിടിച്ചവരായിരിക്കും. അപ്പൊ ശങ്കരന്മാർക്ക് ദേഷ്യം വരും. അഹങ്കാരം പെണ്ണുങ്ങൾക്ക് കൊള്ളത്തില്ല. ആ ശങ്കരന്മാർക്കാണ് കൂടുതൽ ദേഷ്യം വന്ന് അവിടെ അലോഹ്യമാകുന്നത്. ചക്കിമാരൊന്ന് ക്ഷമയായിട്ടൊന്ന് നിന്നു കൊടുത്തേ, ശങ്കരന്മാർക്ക് ഒരിക്കലും ദേഷ്യം വരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ആ ചക്കിക്കൊത്ത ശങ്കരന്മാരെ, കേട്ടല്ലോ. പിന്നെ എല്ലാവർക്കും ദേഷ്യമുണ്ട്, എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. നമ്മൾ ക്ഷമയോടുകൂടി ജീവിക്കുക, അതാണ്
ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. പെണ്ണുങ്ങൾക്ക് ക്ഷമ വേണം എന്നുള്ളതാണ് ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം. ശരിയല്ലേ പറയുന്നത്? അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ഒരു ഇതുവരെ ദൈവം തന്നിട്ടുണ്ട്. മുമ്പോട്ടുള്ള കാര്യം ചിന്തിക്കാൻ ഒരിക്കലും ആർക്കും പറ്റത്തില്ല, ആർക്കും പറയാനും പറ്റത്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനൊക്കെ കുറച്ചു നേരം എൻ്റെ പണ്ടത്തെ ഓർമ്മകളിലോട്ടൊക്കെ ഒന്ന് പോണമെന്ന് തോന്നിയായിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയാവോ കാലങ്ങളല്ലേ. പിന്നെ വേറൊരു ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ ഒരു ടിപ്സും പറയാം. പറയുന്നേ ഉള്ളൂ, മുഖത്ത് അല്ല വേണ്ട, ഇന്ന് ടിപ്സ് വേണ്ട, കാണിച്ചില്ല ശരിയാവത്തില്ല, ഞാൻ ചെയ്യുന്നില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങളെ പറഞ്ഞു തരുന്നല്ലേ. ടിപ്സ് ഒന്നും വേണ്ട, ഇങ്ങനാണ് ഇന്നത്തെ വീഡിയോ, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് വേറെ വിശേഷങ്ങളിലോട്ടൊന്ന് പോകാം. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു, ഓമനാമ്മ ചേച്ചി പറഞ്ഞു, എൻ്റെ അനിയത്തിക്കുട്ടി അടുക്കളയിൽ നിൽക്കുമ്പോൾ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചുകൂടേന്ന്. സത്യമായ ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ ഞാൻ കുളി കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് മാത്രം ഇട്ട് അങ്ങ് അഴിച്ചങ്ങ് വിട്ട്. എൻ്റെ സഹോദരി സോറി, ഇനി ഞങ്ങൾ ഇടത്തില്ല കേട്ടോ. അതാ ഇപ്പം നിങ്ങൾ ടിപ്പായിട്ട് ഉണങ്ങിയ ഉടനെ ഞാൻ കെട്ടിവെച്ചു. ഓമനാമ്മച്ചി ഓർത്തപ്പോഴാണ് ഞാൻ കെട്ടിവെച്ചത് കേട്ടോ. സത്യമായിട്ടും പറയാം, ഞാൻ അതിന് മുമ്പ് വീഡിയോ പിടിച്ചേക്കുന്നത് ഇച്ചിരി അഴിച്ചൊക്കെ ഇട്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓർത്തു, അയ്യോ എൻ്റെ ഓമനാമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഓർത്തതാ കെട്ടിവെച്ചിട്ടുണ്ട്. സത്യമായ കാര്യം കേട്ടോ പറഞ്ഞത്. ഞാൻ ഇനി അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പൊ പിന്നെ നമ്മുടെ ഓർമ്മകളൊക്കെ കുറെയൊക്കെ കഴിഞ്ഞു. ഓർമ്മകളൊക്കെ ആയി, വയസ്സുകളൊക്കെ ആയി. എല്ലാവരും വയസ്സുകളാണെന്നും പറഞ്ഞാലും വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ തീരെ വയസ്സിലോട്ട് പോകും. പിന്നെ അസുഖമാണെന്ന് തോന്നും, പിന്നെ എൻ്റെ അവിടെ വേദനയും തോന്നും, ഇവിടെ വേദനയും തോന്നും, പിന്നെ ഒന്നും ജോലി എടുക്കാതെ തോന്നും. അതുകൊണ്ട് ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ നമ്മൾ നടക്കാം. അത് പറഞ്ഞപ്പോഴോർത്ത്, ഈ പ്രായത്തിൽ എൻ്റെ മോനുമായിട്ട് ഡാൻസ് കളിക്കുന്നവർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഷോർട്ടിനകത്ത്. അപ്പൊ അതിൽ പറയുന്നു, ഈ പ്രായത്തിലും അപാര ധൈര്യവും സമ്മതിച്ച് അതാണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പ്രായത്തിൽ അപാര ധൈര്യം എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുന്നത്. നിങ്ങളും അതുപോലെ ആയിക്കോ, ആര് പറഞ്ഞാകരുതെന്ന് എല്ലാവരോടും ഞാൻ അങ്ങനെ പറയാറുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാവരും ആക്റ്റീവായിട്ട് നടക്കണം. അസുഖം എന്ന് പറഞ്ഞാൽ പിന്നെ അസുഖമായിട്ട് തന്നെ നമുക്ക് തോന്നും അല്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും നടക്കല്ലേ. എൻ്റെ ചേട്ടനാണെങ്കിലും ഞാൻ എന്ത് കാര്യത്തിന് പോയാലും നോ പ്രോബ്ലം. ഞാൻ പോയ ഉടനെ എനിക്ക് തിരിച്ച് വീട്ടിൽ ഉടനെ വരണം എന്നുള്ള ചിന്തയാണ് എനിക്ക്. എൻ്റെ മക്കൾക്കാണെങ്കിലും അങ്ങനെയൊന്നും. അതുകൊണ്ട് പിന്നെ എന്തിനാ നമ്മൾ അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത്? നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നല്ല രീതിയിൽ പോകുക നടന്ന് കേട്ടോ. ആരെയും നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ സ്വന്തം കാര്യത്തിന് സ്വന്തമായിട്ട് തന്നെ പോയി പഠിക്കുക എല്ലാവരും. ഇനി മുമ്പോട്ട് വരുമ്പോഴത്തേക്കും അതല്ലെങ്കിൽ ഭയങ്കര പാടായിട്ട് തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്. അതാണിപ്പം ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിലും ഒരിടത്ത് പോകാൻ അറിയത്തില്ല. എന്ത് കാര്യത്തിനും ഞാൻ കൂട്ടത്തിൽ പോകണം. ഇതിപ്പോ ഇത്രയും പ്രായമായുണ്ട്, അതിന് മുമ്പ് എല്ലാം കണക്ക് തന്നെ. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ കാര്യത്തിന് സ്വന്തമായിട്ട് തന്നെ പോവുക വരിക, ആവശ്യമുള്ളപ്പം ഓടി പോവുക വരിക, കൂട്ടത്തിൽ ഒന്നിച്ച് പോകേണ്ടേന്ന് ഒന്നിച്ച് പോവുക. അങ്ങനൊക്കെ എല്ലാരും അങ്ങനൊക്കെ പോവുക. അതാണ് പറഞ്ഞതിന്റെ കാര്യം. പിന്നെന്താ, നമ്മളിപ്പം ഇങ്ങനെ ഇതാകുന്നോണ്ടാണ്. ചേട്ടൻ വന്നോ? ചേട്ടൻ ടൗണിൽ പോയേക്കുമായിരുന്നു. ചേട്ടൻ അങ്ങനെ ഇരിക്കുമ്പോ ടൗണിൽ ഒരു ഞായറാഴ്ച ഒറ്റപ്പോക്കുണ്ടേ. അവിടുന്ന് എന്താണെന്നും മേടിച്ച അവിടുന്ന് വരുമ്പോ കുറേ ഒത്തിരി സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വരും. എന്റെ നീളേ ഉള്ളൂ, എന്റെ നീളമുള്ള ബണ്ണ് നല്ല നട്സൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇത്. പിന്നെ നാരങ്ങയൊക്കെ ആയിരുന്നു അല്ലേ. നാരങ്ങ വെള്ളം എല്ലാരും കുടിച്ചോട്ടോ. ഭയങ്കര ചൂടാണ്. ഞങ്ങളിവിടെ ഭയങ്കര വിലയാണ്. എന്നാലും മേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ചില കാര്യത്തിന് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ചില കാര്യമൊക്കെ നോക്കണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രത്യേക വിശേഷങ്ങള്. ഇന്നത്തെ പ്രത്യേക വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയാം. അപ്പം ഇനി ഉള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് എല്ലാവരും ചിന്തിച്ച് ജ്യൂസ് അടിക്കാം, മുമ്പോട്ട് പോകുക.
ഞാൻ പറയുന്ന പോലെ തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് എല്ലാവരും അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.